കടന്നു വന്നു. ഈശോയെ, അബ്രാഹാം ആരാധിച്ചതുപോലെ നിലം പറ്റി 3 ദൈവ സാന്നിധ്യത്തെ ആരാധിച്ച അബ്രാഹാം പിതാവ് ഈശോയെ, അബ്രാഹത്തോട് ചേർന്ന് ഞങ്ങളും മാമരയുടെ ഓക്കുമരച്ചോട്ടില് 3 ദൈവത്തിന്റെ 3 സാന്നിധ്യത്തെ കണ്ടെത്തിയ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും 3 ആളുകളെ കണ്ടുകൊണ്ട് നിലം പറ്റി വണങ്ങിയതുപോലെ തിരുവോസ്തിയിൽ നിറഞ്ഞു നിൽക്കുന്ന പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ശരീരത്തിലോ അനുഭവിച്ചുകൊണ്ട് ഈ സമൂഹം നിലം പറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു. ഒന്നു ചേർന്ന് നമുക്ക് വണങ്ങി ഈശോയെ ആരാധിക്കാം. ആണിപ്പഴുതിൽ വിരട്ടൊടുവാൻ തിരുവിലാവിൽ കൈ ചേർക്കാം. ആണിപ്പഴുതിൽ വിരട്ടൊടുവാൻ തിരുവിലാവിൽ കൈ ചേർക്കാം. എന്നെ വിളിച്ചൊരു സകലേശ എന്റെ കർത്താവും ദൈവവുമേ. എല്ലാവരും എന്നെ വിളിച്ചൊരു സകലേശ നീ എന്റെ കർത്താവും ദൈവവുമേ. ആണിപ്പഴുതിൽ വിരട്ടൊടുവാൻ തിരുവിലാവിൽ കൈ ചേർക്കാം. എന്നെ വിളിച്ചൊരു സകലേശ നീ എന്റെ കർത്താവും ദൈവവുമേ. നീ എന്റെ കർത്താവും ദൈവവുമേ. നീ എന്റെ കർത്താവും ദൈവവുമേ. ഗിരിശൃംഗത്തിൽ പേടകം പണിത നോഹിനുള്ളിലെ വിശ്വാസം കാരാൻ വിട്ട് കാനാൻ തേടിയ അബ്രാമിനുള്ളിലെ വിശ്വാസം. ചോദിക്കാമോ? എന്റെ കർത്താവും ദൈവവുമേ. ഗിരിശൃംഗത്തിൽ പേടകം പണിത നോഹിനുള്ളിലെ വിശ്വാസം കാരാൻ വിട്ട് കാനാൻ തേടിയ അബ്രാമിനുള്ളിലെ വിശ്വാസം. നീ എന്റെ കർത്താവും ദൈവവുമേ. നീ എന്റെ കർത്താവും ദൈവവുമേ. ആണിപ്പഴുതിൽ വിരട്ടൊടുവാൻ ഇരുവിലാവിൽ കൈ ചേർക്കാം. എന്നെ വിളിച്ചൊരു സകലേശ നീ എന്റെ കർത്താവും ദൈവവുമേ. എന്നെ വിളിച്ചൊരു സകലേശ നീ എന്റെ കർത്താവും ദൈവവുമേ. ഹൃദയത്തോട് ചേർത്ത് വെച്ച് അബ്രാഹത്തിന്റെ വിശ്വാസം തരണേയെന്ന് ഓരോ മകനും മകളും പ്രാർത്ഥിക്കുക. ഈശോയെ, അബ്രാഹത്തിന് കൊടുത്ത ആ വലിയ അഭിഷേകം ഞങ്ങൾക്ക് തരാമോ? ത്രിത്വത്തെ കാണുവാൻ ദൈവമേ, അബ്രാഹത്തിന് കൃപ കൊടുത്തില്ലേ? ദൈവത്തിലോ 3 ആളുകളെ കാണുവാൻ മാമരയുടെ ഓക്കുമരച്ചോട്ടിലോ അബ്രാഹത്തിന് കൃപ കൊടുത്തില്ലേ? ഈശോയെ, ഞങ്ങൾക്കും കൃപ തരാമോ? ഒന്ന് വിളിക്കാമോ? തിരുവോസ്തിയിലോ പിതാവിനെ പുത്രനെയും പരിശുദ്ധാത്മാവിനെ ഒന്ന് അനുഭവിക്കുവാൻ അബ്രാഹത്തിന് കൊടുത്ത ആ വലിയ അഭിഷേകം ഇസ്ഹാക്കിലൂടെ ദൈവം അനുഗ്രഹിച്ച ആ വലിയ അഭിഷേകം തലമുറയിലേക്ക് കൊടുത്ത ആ വലിയ കാരുണ്യം ഈശോയെ ഞങ്ങൾക്ക് തരാമോ എന്ന് മക്കൾ ചോദിച്ചുകൊണ്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈശോയെ എന്ന് മക്കൾ വിളിക്കുന്നു.
വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. ദൈവജനത്തെ മരുഭൂമികളിൽ മോശ നയിച്ചൊരു വിശ്വാസം, പിതൃഭവനം വിട്ടോടിയ എന്നെ തിരിച്ചു നടത്തിയ വിശ്വാസം, നീ എന്റെ കർത്താവും ദൈവവുമേ. ദൈവജനത്തെ മരുഭൂമികളിൽ മോശ നയിച്ചൊരു വിശ്വാസം, പിതൃഭവനം വിട്ടോടിയ എന്നെ തിരിച്ചു നടത്തിയ വിശ്വാസം, നീ എന്റെ കർത്താവും ദൈവവുമേ. നീ എന്റെ കർത്താവും ദൈവവുമേ. ആണിപ്പഴുതിൽ വിരട്ടൊടുവാ തിരുവിലാവിൽ കൈചേർത്ത, ആണിപ്പഴുതിൽ വിരട്ടൊടുവാ തിരുവിലാവിൽ കൈചേർത്ത, എന്നെ വിളിച്ചൊരു സകലേശ, നീ എന്റെ കർത്താവും ദൈവവുമേ. ചേർന്ന് പാടാം. എന്നെ വിളിച്ചൊരു സകലേശ, നീ എന്റെ കർത്താവും ദൈവവുമേ. നീ എന്റെ കർത്താവും ദൈവവുമേ. എല്ലാവരും ചേർന്നോ? എന്റെ കർത്താവും ദൈവവുമേ. നീ എന്റെ കർത്താവും ദൈവവുമേ. നീ എന്റെ കർത്താവും ദൈവവുമേ. നീ എന്റെ കർത്താവും ദൈവവുമേ. നീ എന്റെ കർത്താവും നീ എന്റെ ദൈവവുമോ. കണ്ണു തുറന്ന് ഈശോയിലേക്ക് എല്ലാവരും ഒന്ന് നോക്കിക്കേ. ഈശോ ഇങ്ങനെ പറയുക, ഒത്തിരി പേര് എന്നെ നോക്കാതെ കുനിഞ്ഞിരിപ്പുണ്ടെന്ന് ഈശോ പറഞ്ഞു തരിക. മക്കളെ, ഈശോയൊന്ന് നോക്കാൻ ഈശോ ആവശ്യപ്പെടുകയാ. എല്ലാ മക്കളും കണ്ണുകളൊന്ന് ഉയർത്തി ഈശോയെ അബ്രാഹാം നോക്കിയതുപോലെ കണ്ണുകളൊന്ന് ഉയർത്തി നോക്കുമ്പോ ദൈവത്തിലുള്ള 3 ആളുകളെ കാണാൻ നമുക്ക് സാധിക്കുമെന്നും ആ ദൈവത്തെ അനുഭവിക്കുവാൻ സാധിക്കുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഈ സമൂഹത്തിന് സന്ദേശം തരുന്നുണ്ട്. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് യേശുവിലേക്കൊന്ന് നോക്കിക്കൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് 3 പ്രാവശ്യം ഈശോയെ ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, അഭിഷേകം വ്യാപരിക്കപ്പെടുകയാണ്, കൃപ നിറയപ്പെടുകയാണ്. പാപം എവിടെയുണ്ടോ അതിലേറെ കൃപയും വെളിപ്പെട്ടിട്ടുണ്ട്. ആരെല്ലാം കൃപയിലേക്ക് പ്രവേശിക്കപ്പെടുന്നോ അവിടെയെല്ലാം രക്ഷ വെളിപ്പെടുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗങ്ങള് നമ്മുടെ ജീവിതത്തിൽ, ഇന്നത്തെ വചനഭാഗങ്ങള് നമ്മുടെ ജീവിതത്തിൽ അഭിഷേകം ചെയ്യപ്പെടാൻ വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ആരെല്ലാം വചനം കേട്ടോ അവരെല്ലാം ഈശോ അഭിഷേകം ചെയ്യുന്നതായി പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. കരഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് കേട്ട വചനഭാഗങ്ങള്, നമ്മൾ കുറച്ച് വചനം കേട്ടുള്ളൂ. ആ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് വിശ്വാസത്തിന്റെ വലിയ കൃപ നമുക്ക് നൽകുകയാണ്. ഓരോരുത്തരും പ്രാർത്ഥിച്ച്, ഈശോയെ കൃപ തരാവോ, നിന്നിൽ ജീവിക്കുവാനുള്ള, നിന്നെ അനുഭവിക്കുവാനുള്ള, നിന്നിൽ വസിക്കുവാനുള്ള ആ വലിയ കൃപയുടെ അഭിഷേകം എനിക്ക് തരാവോ എന്ന് ഓരോ മകനും മകളും ഈശോയോട് ചോദിച്ചേ. ഈശോ ഉള്ളിലുണ്ട് മക്കളെ. ഈശോയെ കാണുന്നത് ഉള്ളിലൂടെയാ, ഈശോയെ അനുഭവിക്കുന്ന ഉള്ളിലൂടെയാ. തിരുവോസി ഈശോയെ കാണുന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ളിലുള്ള ദൈവത്തെയാ നീ കാണുന്നത്. ഈശോയെ നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ളിലുള്ള ദൈവത്തെയാ നീ അനുഭവിക്കുന്നത്. പൗലോസ്ലീഹ വെളിപ്പെടുത്തിയ കാര്യതാ, ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ്. ലൗകികമായ ലോകത്തിൻ്റെതായ സുഖഭോഗങ്ങളെ കീഴ്പ്പെടുത്തുവാൻ ശക്തിപ്പെടുത്തുന്ന
തമ്പുരാന്റെ സ്നേഹം നിന്റെ ഉള്ളിലുണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലനോട് ദൈവം പറഞ്ഞത്, യേശു പറഞ്ഞത്, മകനേ എന്റെ കൃപ മാത്രം മതി. നിന്റെ ഉള്ളിലുള്ള നിന്റെ മുള്ളിനെ പരാജയപ്പെടുത്തുവാൻ, നിന്റെ മുള്ളിനെ സുഖപ്പെടുത്തുവാൻ ഉള്ളിലുള്ളവൻ നിനക്ക് ശക്തി തരും. അതുകൊണ്ട് നിന്റെ ഉള്ളിലുള്ളവനെ നീ തിരിച്ചറിഞ്ഞ് ഉള്ളിലുള്ളവനോട് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിൻ്റെതായ കാഴ്ചപ്പാടുകളെ, ലോകത്തിൻ്റെതായ സുഖഭോഗങ്ങളെ കീഴ്പ്പെടുത്തുവാൻ നിനക്ക് സാധിക്കുമെന്ന് പൗലോസ്ലിഹായോട് പറഞ്ഞ അതേ യേശു തന്നെയാ മക്കളെ ഈ തിരുവോസ്തിയില്. ആ യേശു തന്നെയാ അപ്പത്തത്തിലൂടെ എന്റെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ അൽഫോൻസാമ്മ പറഞ്ഞത്, ഈശോ എന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന ആദ്യ കുർബാന സ്വീകരണത്തിന് സമയമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമെന്ന് വിശുദ്ധ അൽഫോൻസാമ്മ പറഞ്ഞെങ്കിലോ അവൻ അവളിലോ വെളിപ്പെട്ടത് ആദ്യ കുർബാന സ്വീകരണത്തിന്റെ സമയത്താണ് മക്കളെ. വചനം അവളിൽ മാംസം ധരിച്ചു. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? ദൈവമേ ഞാനൊരു പാപി, കരം നീട്ടിപ്പിടിച്ചോ. നിന്നെ അറിയാത്ത പാപങ്ങളോർത്തോർത്തു കരയാനറിയാത്ത പാപിയാണു ഞാൻ. ദൈവമേ പാപിയാണു ഞാൻ. ദൈവമേ ഞാനൊരു പാപി, കരമൊന്ന് നീട്ടിപ്പിടിച്ചു. നിന്നെ അറിയാത്ത പാപങ്ങളോർത്തോർത്ത് കരയാനറിയാത്ത പാപിയാണു ഞാൻ. ദൈവമേ പാപിയാണു ഞാൻ. ഈശോയെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക ഓരോ മകനും മകളും. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 4-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു, എന്തെന്നാൽ കഷ്ടത സകലശീലവും, സകലശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. മക്കളെ, കഷ്ടതയുടെ സമയങ്ങളിലോ അൽഫോൻസാമ്മ യേശുവിലേക്ക് നോക്കിക്കൊണ്ട് വചനത്തിൽ ജീവിച്ചപ്പോൾ അത് കൃപയായി, സത്യമായി, സാന്നിധ്യമായി, അഭിഷേകമായി, സ്വർഗമായി ഭൂമിയിലോ ഇന്നും അവൾ വിളങ്ങുന്നു. മക്കളെ, കരമുയർത്തി വിശുദ്ധ അൽഫോൻസാമ്മയോട് ചേർന്ന് ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ ഈശോയെ എന്ന് വിളിക്കാമോ? പാപിയാണ് ഈശോയെ, രോഗിയാണ്, ബലഹീനനാണ്. ഒരു നാളിലെന്നെ പേർ ചൊല്ലി വിളിച്ചൻ മാതാവിനുദരത്തിൽ വളർത്തി. ഒരു നാളിലെന്നെ പേർ ചൊല്ലി വിളിച്ചൻ മാതാവിനുദരത്തിൽ വളർത്തി. പിന്നെയോ പൈതലാ മാറോടു ചേർത്തു മഹിതലേ കാത്തു പുലർത്തി. എങ്കിലും ദൈവമേ ഞാനതു മറന്നോ, നിന്നെ അറിയാതെ നടന്നോ, നിന്നെ അറിയാതെ നടന്നു. എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ടോ, ദൈവമേ ഞാനൊരു പാപി, ഒത്തിരിയേറെ പാപത്തിന്റെ അവസ്ഥകളുണ്ട്. ദൈവമേ, നിന്നെ അറിയാത്ത പാപങ്ങളോർത്തോർത്തോ കരയാനറിയാത്ത പാപിയാണു ഞാൻ. ദുഷ്ടതയുടെ മനസ്സെനിക്കുണ്ടോ? ദൈവമേ പാപിയാണു ഞാൻ. അശുദ്ധ ചിന്തയിലുണ്ടോ? മാറ്റിത്തരാവോ? ഓരോ മകനും മകളും ഈശോയോട് ചോദിക്കുക, എന്റെ മനസ്സ് അശുദ്ധി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, ഞാൻ കാണുന്നതെല്ലാം
കാണുന്നതെല്ലാം മ്ലേച്ഛതയായിട്ട് എനിക്ക് കാണുന്നത്. മക്കൾ പ്രാർത്ഥിച്ച് അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളെ ഈശോ മാറ്റുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. കാണുന്നതെല്ലാം മ്ലേച്ഛതയായിട്ട് മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിജീവിതങ്ങളിൽ ഈശോ ഇടപെടുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നു. യേശുവിന്റെ സാന്നിധ്യം മറ്റുള്ളവരിൽ വെളിപ്പെടുമ്പോൾ ഓരോ കണ്ണുകളും വിശുദ്ധമായി തീരുകയാ. ഓരോ വ്യക്തികളിലേക്കും നമ്മുടെ കണ്ണു ചെല്ലുമ്പോൾ അത് വിശുദ്ധമാണെങ്കിൽ നിന്നിൽ യേശുവുണ്ട്. മക്കളെ, കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് മ്ലേച്ഛതയുടെ ചിന്തകളോ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് ഒക്കെ അകന്നു പോകുവാൻ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാം. കരമുയർത്തി ഈശോയേന്ന് വിളിച്ച്, സ്വരമുയർത്തി ഈശോയേന്ന് വിളിച്ച്, അധരം തുറന്ന് ഈശോയേന്ന് വിളിച്ച്. കരുണാദ്ര സ്നേഹം പ്രഭ തൂകി നിൽക്കും വഴികളിലൂടെ നടത്തി. കരുണാദ്ര സ്നേഹം പ്രഭ തൂകി നിൽക്കും വഴികളിലൂടെ നടത്തി. ആയുരാരോഗ്യവും ആയുസ്സുമേകി അനുപദമെന്നെ നടത്തി. എങ്കിലും ദൈവമേ ഞാനതു മറന്നോ, നിന്നെ അറിയാതെ നടന്നോ, നിന്നെ അറിയാതെ നടന്നു. ദൈവമേ ഞാനൊരു പാപി, നിന്നെ അറിയാത്ത പാപങ്ങളോർത്തോർത്തോർക്കറിയാനറിയാത്ത പാപിയാണു ഞാൻ. ദൈവമേ കരനീട്ടി പിടിച്ച്, ദൈവമേ ദൈവമേ പാപിയാണു ശരീരമോ യേശുവേ, 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 ബലഹീന ശരീരത്തിലോ ദൈവകൃപ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ, യേശുവേ, പാപിയാണ് ഈശോയെ, രോഗിയാണ്, ബലഹീനനാണ്, തകർന്നവനാണ്, തകർന്നവളാണ്. തരാവോ, കൃപ തരാവോ എന്ന് ചോദിച്ചു. അഭിഷേകം വ്യാപരിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ നിന്ന് വലിയ ശക്തി പുറപ്പെടുന്നതായി പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. വലിയ അരൂപിയുടെ ശക്തി പരിശുദ്ധ കുർബാനയിൽ നിന്ന് ദൈവജനത്തിലേക്ക് വ്യാപരിക്കപ്പെടുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ബലഹീന ശരീരങ്ങളിലോ ദൈവശക്തി വെളിപ്പെടുന്നതായും ബലഹീനതകളോ ഈശോ ഏറ്റെടുക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. 50 മദ്യപാനികളെ ഈശോ ഭവനത്തിലായിരിക്കുന്നവരെ പോലും ഇപ്പോൾ സുഖപ്പെടുത്തുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നു. അവരിൽ നിന്ന് ദുഷ്ടാരൂപി വിട്ടൊഴിഞ്ഞു പോകുന്നതായി ആത്മാവ് കാണിച്ചു തരുന്നുണ്ട്. ദൈവജനം യേശുവിനെ വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു. അഭിഷേകം വ്യാപരിക്കപ്പെടുകയും ബന്ധനങ്ങൾ അഴിയുക. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒത്തിരി സ്നേഹത്തോടെ യേശുവിന്റെ സന്നദ്ധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുക. നിരവധിയായ അനുഗ്രഹങ്ങൾ തരുന്ന തമ്പുരാന്റെ സ്നേഹത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ആ വലിയ അനുഗ്രഹത്തിന് നമുക്ക് ദൈവസന്നിധിയിൽ ഹൃദയം തുറന്ന് നമുക്ക് നന്ദി പറയാം. കുടമാളൂർ പള്ളിയിലെ ദിവ്യകാരുണ്യ ആരാധനയിലും പ്രാർത്ഥന ശുശ്രൂഷയും വളരെ ഉത്സാഹത്തോടെ പങ്കെടുക്കുന്നയാളാണ്. എനിക്ക് വർഷങ്ങളായിട്ട് നട്ടെല്ലിന്റെ ഇടതുഭാഗത്തായി വേദന അനുഭവപ്പെട്ടു തുടങ്ങിയതാണ്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുമെന്നുള്ള വചനശക്തി ആ സഹോദരൻ വെളിപ്പെട്ടു. കഴിഞ്ഞ വെള്ളിയാഴ്ച ആരാധനയിൽ മാർട്ടിൻ ബ്രദർ അഭിഷേകം വ്യാപരിക്കുന്നുവെന്ന് തുടരെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്റെ വേദനയുള്ള ഭാഗത്ത് ഷോക്ക് ഏൽക്കുന്നത് പോലെ ഒരനുഭവം ഉണ്ടായി.
നട്ടിലിലെ വേദന ഈശോ ഏറ്റെടുത്തുകൊണ്ട് ആ സഹോദരിയെ സുഖപ്പെടുത്തിയെന്ന് ആ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. അഭിഷേകം വ്യാപരിക്കുന്നു എന്ന് പറയുമ്പോ വിശ്വാസത്തോടെ ആ വാക്കുകളെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചപ്പോൾ ശരീരത്തിലോ അത്ഭുത ശക്തി വെളിപ്പെട്ട മക്കളെ കരമുയർത്തി അഭിഷേകം രോഗികളുടെ മേലോ ഇപ്പോൾ 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 വെളിപ്പെടട്ടെ. കരമുയർത്തി ഈശോയേന്ന് വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വചനം തന്നവൻ. കരമുയർത്തിയടിച്ച പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. കൃപ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഓരോ ശരീരങ്ങളിലും ദൈവശക്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. സൗദിയിൽ ജോലി ചെയ്യുന്ന മണർകാട് സ്വദേശിയായ സ്മിത എന്ന സഹോദരിയുടെ തൊണ്ടയിലെ തൈറോയിഡിന്റെ മുഴ അത് ക്യാൻസർ ആണെന്ന് സംശയിക്കുന്നതായിട്ട് ഡോക്ടർമാർ പറഞ്ഞു. കുന്തനാന സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന 5 ദിവസത്തെ വിശ്വാസ അനുഭവ ധ്യാനം നമ്മുടെ ധ്യാനത്തിൽ ഈ സഹോദരി പങ്കുചേർന്നു. ഓപ്പറേഷൻ ചെയ്യുകയും അത് ബയോപ്സിക്ക് വിട്ടിട്ട് അതിന്റെ റിസൾട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് തെളിയുകയും ചെയ്തു. ധ്യാനം കൂടി തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചു. 3 മാസത്തിന് ശേഷം വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ ശരീരത്തിൽ അങ്ങനെ ഒരു കുഴപ്പമോ ഇല്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ആ റിസൾട്ടിൽ യാതൊരു പ്രശ്നവും ഇല്ല. കർത്താവിന്റെ മഹത്വം ആ സഹോദരിയുടെ ശരീരത്തിലോ വെളിപ്പെട്ട മക്കളെ. അവൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതുപോലെ സാക്ഷ്യം വഹിക്കുവാനുള്ള വലിയ കൃപാവരം അതുപോലെയുള്ള അനുഗ്രഹങ്ങള് നമ്മുടെ ജീവിതങ്ങളിലൊക്കെ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരം ഉയർത്തിപ്പിടിച്ച് തമ്പുരാന്റെ മഹത്വത്തിനായിട്ട് നമ്മുടെ നിയോഗത്തിന്റെ മേൽ ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സർവശക്തനായ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സുഖപ്പെടുത്തുന്ന നല്ല ദൈവത്തെ നമുക്കൊന്ന് ചേർന്ന് പാടി ആരാധിക്കാം. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. കരമുയർത്തി പാടാം. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. നന്ദി. എഴുപുന്നയിൽ നിന്ന് വത്സ എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തുക. ഞാൻ കുടമാളൂർ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ആരാധനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. എന്റെ അടിവയറ്റില് ശക്തമായ വേദനയുണ്ടായിരുന്നു.
അത് ഇവിടെ നിന്ന് ആരാധന പങ്കുചേർന്നതിന്റെ ഫലമായിട്ട് പരിപൂർണമായിട്ടും സൗഖ്യം നൽകി ഈശോ അനുഗ്രഹിച്ചു. 1 മാസത്തിനു മുമ്പ് എന്റെ ഭർത്താവ് വാഹന അപകടത്തിൽപ്പെടുകയും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തി. ഒരു പോറൽ പോലും ഇല്ലാതെ ആ സഹോദരൻ രക്ഷപ്പെട്ടു. നടു റോഡില് പൂച്ച ക്രോസ് ചെയ്തപ്പോൾ പൂച്ചയുടെ മുകളിലൂടെ ബൈക്ക് ഓടിച്ച് അതിന്റെ മുകളിലൂടെ കടന്നുപോയി. ഇവിടെ ബൈക്ക് തെന്നി മറിഞ്ഞ് നടു റോഡിലേക്ക് ചെന്ന് വീണെങ്കിലും യാതൊരു പോറൽ പോലും ഇല്ലാതെ ഈശോ ഉള്ളം കൈയില് ആ സഹോദരനെ രക്ഷിച്ചു. തുടർച്ചയായിട്ട് ഈ ആരാധനയില് പങ്കുചേർന്നപ്പോൾ ദൈവമഹത്വം കൂടെ ഉണ്ടായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. കരമുയർത്തി ആ നല്ല ദൈവത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോട് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. കർമ്മണം നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലവ്ലി എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തി 7 വർഷത്തോളമായി വെള്ളിയാഴ്ച നടക്കുന്ന ആരാധനയിൽ പങ്കെടുക്കുന്നു. കുന്നനാനത്തെ ധ്യാനത്തിലും നമ്മുടെ വിശ്വാസാനുഭവ ധ്യാനത്തിലും ഒരു പ്രാവശ്യം പങ്കെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം തരുന്ന സംരക്ഷണം അനുഭവിച്ചുകൊണ്ടാണ് ഇതിടുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കടന്നു. എനിക്ക് എന്തുകൊണ്ടോ ഉറക്കം വന്നില്ല. രാത്രിയിൽ ഒരു 12 മണിയായപ്പോൾ എന്തോ ഒരു മണം കണ്ണിൽ നീറ്റലും തോന്നി. ഞാൻ വേഗം ഹസ്ബൻഡിനെ വിളിച്ചുണർത്തി. ഹസ്ബൻഡിന് സൈനസൈറ്റിസ് ഉള്ളത് കൊണ്ട് മൂക്ക് എപ്പോഴും അടഞ്ഞിരിക്കുന്നത് മൂലം മണമൊന്നും അനുഭവപ്പെട്ടില്ല. വേഗം ലൈറ്റിട്ട് നോക്കുമ്പോൾ മുറി മുഴുവൻ പുക നിറഞ്ഞിരിക്കുക. ഒരു കൊതുകുതിരി കത്തിച്ചു വെച്ചിരുന്നത് അതിന് താഴെയിരുന്ന ബാഗിലേക്ക്, ആ ബിഗ് ഷോപ്പറിലേക്ക് വീണ, ബിഗ് ഷോപ്പർ നിറയും തുണിയായിരുന്നു എന്ന് പറയുന്ന തുണിയിലേക്ക് തീ പിടിച്ച് ആ മുറി മുഴുവനും പുക കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് തന്നെ അവർ എഴുന്നേറ്റ് അതെല്ലാം എടുത്ത് പുറത്തേക്ക് എറിഞ്ഞ് പ്രിയപ്പെട്ട ജനലെല്ലാം തുറന്ന് അവര് പരിപൂർണമായും ദൈവത്തിന്റെ സംരക്ഷണത്തിലൂടെ രക്ഷപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. കരമുയർത്തി കൂടെയുള്ള തമ്പുരാൻ ഉണർന്നിരിക്കുന്ന ദൈവമക്കളെ, ഞാൻ ഉറങ്ങുമ്പോഴും എന്റെ കിടക്കക്കരികിലോ ഉണർന്നിരുന്നുകൊണ്ട് എന്നെ പോറ്റുന്ന, എന്നെ സംരക്ഷിക്കുന്ന, എന്നെ ഉറക്കാതെ കാത്തിരുത്തിക്കൊണ്ട് എന്റെ അപകടത്തെ, കെണികളെ, ദുഷ്ടം വെച്ച കെണികളെ പരാജയപ്പെടുത്തുന്ന തമ്പുരാന്റെ സ്നേഹമാണ് മക്കളെ ഈ കൂട്ടായ്മയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഒന്ന് വിളിക്കാമോ? തിരുവോസ്വരൂപനെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹെന്ന ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹെന്ന ദൈവം കൂടെയുണ്ട്. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ
കരമുയർത്തിയടിച്ച് സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹെന്ന ദൈവം കൂടെയുണ്ട്. 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 അഭിഷേകം നിറയുന്നു, ശക്തി വ്യാപരിക്കുന്നു. മുൻനിരയിൽ നിൽക്കുന്നവരോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുവാൻ ഈശോ ആവശ്യപ്പെടുന്നു. മുൻപിൽ നിന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. അധരം തുറന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാൻ മുൻനിരയിൽ നിൽക്കുന്ന എല്ലാ മക്കളോടും ഈശോ ആവശ്യപ്പെടുകയാണ്. മക്കൾ പ്രാർത്ഥിച്ചേ ഈശോ അനുഗ്രഹിക്കുമെന്ന് പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ എഡ്വിന്റെ മകന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. അതിന്റെ സാക്ഷ്യം എഡ്വിൻ എഴുതി തന്നിരിക്കുകയാണ്. എന്റെ മകന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം എഴുതുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹെർണിയ അസുഖം മൂലം അവൻ ആശുപത്രിയിൽ അഡ്മിറ്റായി. കുടലിറങ്ങി നീര് വെക്കുകയും തിരികെ ആ കുടൽ കയറിയില്ലെങ്കിൽ ഉടനെ തന്നെ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്തു. ഇവിടെ ആയിരിക്കുന്ന സമയത്ത് ശുശ്രൂഷയിലോട്ട് കയറുന്നതിന് തൊട്ടു മുമ്പ് വേദന കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. മക്കളെ, നമ്മളെല്ലാവരും കൂടെ കരഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ പ്രിയ ദൈവജനമേ, ആ കുടല് തിരികെ കയറുകയും അവിടെ സൗഖ്യം ഉണ്ടാവുകയും ചെയ്തു. ആ പെട്ടെന്നുള്ള ഓപ്പറേഷൻ ഈശോ മാറ്റിക്കൊടുത്തു. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? രോഗിയാ ഞാൻ തളർന്നാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും, രോഗിയാ ഞാൻ തളർന്നാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും, ആണികളാ മുറിവേറ്റ കാണികളാ സുഖമേലും, ആണികളാ മുറിവേറ്റ കാണികളാ സുഖമേലും, അവൻ മയങ്ങുകില്ല ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവൻ മയങ്ങുകില്ല ഉറങ്ങുകില്ല, ഇസ്രായേലിൻ സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹെന്ന ദൈവം കൂടെയുണ്ട്. 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 അഭിഷേകം വ്യാപരിക്കുന്നു, ശക്തി വെളിപ്പെടുന്ന അനേകം രോഗികളെ ഈശോ സുഖപ്പെടുന്നതായിട്ട് പരിശുദ്ധാത്മാ വെളിപ്പെടുത്തുന്നുണ്ട്. ഓപ്പറേഷന് ആയിരിക്കുന്ന ഓപ്പറേഷൻ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന ചില രോഗാവസ്ഥകളിൽ നിന്ന് കർത്താവ് മക്കളെ സുഖപ്പെടുന്നതായിട്ട് പരിശുദ്ധാത്മാ വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഡെയ്സി എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്, ഞാൻ തെള്ളകത്തു നിന്നാണ് ഇത് എഴുതുന്നത്. ഇവിടെ തെള്ളകത്ത് ധ്യാന സെന്റർ ഒക്കെ ഉള്ളതാണ്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. ചേച്ചിയോട് ആരോ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ധ്യാന വൺഡേ ശുശ്രൂഷ ഉണ്ടെന്നറിഞ്ഞു. ആ സ്ഥലത്ത് നിന്ന് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന ഈ ചേച്ചി 1 വർഷമായിട്ട്
എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ ശുശ്രൂഷ തുടർച്ചയായിട്ട് പങ്കെടുക്കുക വിട്ടുപോയില്ല. ഇവിടെ കെട്ടിപ്പിടിച്ചിരുന്ന തമ്പുരാന്റെ ആ സ്നേഹം ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. കുറെ നാളുകളായിട്ട് എന്റെ കണ്ണിന് വേദനയും വായിക്കുമ്പോൾ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ണിനുള്ളിലായി ഒരു കറുത്ത പാട് കാണുകയും ചിലപ്പോൾ അത് ക്യാൻസർ ആകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് സ്കാൻ ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. ഞാൻ രണ്ട് വെള്ളിയാഴ്ച ഈ അസുഖം മാറുന്നതിന് വേണ്ടി നിയോഗം വെച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നിയോഗം വെച്ച് നേർന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് കൊണ്ടുവന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ കണ്ണിൽ അങ്ങനെ ഒരു പാടുമില്ല, ഒന്നുമില്ല. മക്കളെ, ഈശോ സുഖപ്പെടുത്തി. കരമുയർത്തി വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധന ആരാധന, നമ്മുടെ യേശുവിനാരാധന. ആരാധന ആരാധന, നമ്മുടെ യേശുവിനാരാധന. നമ്മുടെ യേശുവിനാരാധന, നമ്മുടെ യേശുവിനാരാധന, നമ്മുടെ യേശുവിനാരാധന. ആർപ്പുക്കരയിൽ നിന്ന് ചന്ദ്രിക എന്ന ചേച്ചി സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്റെ മകന്റെ കൊച്ചിന് വേണ്ടിയാണ് ഈ സാക്ഷി ഇടുന്നത്. മകന്റെ കൊച്ചിന് പനിയായിരുന്നു, പനി കൂടുതലായി. ചേച്ചി നിയോഗം വെച്ചു. ചന്ദ്രിക എന്ന ചേച്ചി നിയോഗം വെച്ച് ദൈവസന്നിധി വന്ന് ഈശോയുടെ സന്നിധി വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം. ഈശോയാണ് എന്റെ കൊച്ചുമകനെ സുഖപ്പെടുത്തുന്നെന്ന് ഈ ജനത്തോട് ഞാൻ ഏറ്റുപറഞ്ഞോളാമെന്ന് നിയോഗം വെച്ചപ്പോ ചന്ദ്രിക ചേച്ചിയുടെ കൊച്ചുമകനെ ഈശോ സുഖപ്പെടുത്തി. പത്രോസിന്റെ അമ്മായിയമ്മയെ അന്ന് സുഖപ്പെടുത്തിയ യേശുണ്ട്. മക്കളെ, ഈ തിരുവോസിയിലോ കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നനച്ചതല്ല. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി. കരമുയർത്തി പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. 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 എന്റെ പേര് സിനി എന്നാണ്. ഞാൻ 6 വർഷമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. വലുതും ചെറുതുമായ ഒത്തിരിയേറെ അനുഗ്രഹം കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എനിക്ക് എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ കഴിയുന്നുള്ളതാണ്. ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നതിന്റെ ഫലമായിട്ട് എന്നും ബലിയർപ്പിക്കുവാനുള്ള കൃപയാണ് ദൈവം നൽകിയത്. ഇവിടെ ആ ഒരു വലിയ അഭിഷേകം ഈ കൂട്ടായ്മയ്ക്കുണ്ട്. മദ്യപാനികളൊക്കെ നമ്മുടെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് മാനസാന്തരപ്പെടുന്ന മദ്യപാനികള് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതായി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് കരമുയർത്തിപ്പിടിച്ച് ഈ വലിയ അനുഗ്രഹത്തിന് ആദ്യം നന്ദി പറയാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ഭർത്താവിന്റെ ജോലി പോകുമെന്ന് ഓർത്താണ് നിസ്സാര കാര്യത്തിന് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഇവിടെ ആരാധന നടത്തിക്കൊള്ളാമെന്നും സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്നും നേർന്നതിന്റെ ഫലമായി ജോലി തിരിച്ചു കിട്ടിയെന്ന്
സാക്ഷ്യപ്പെടുത്തുകയാണ്. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നഷ്ടപ്പെട്ടു പോകുന്ന ജോലിയിൽ ആയിരിക്കുന്ന ഒത്തിരിയേറെ മക്കള് വിദേശ രാജ്യങ്ങളിലുണ്ട്, ഈ ദേശത്തുണ്ട്. നമുക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അങ്ങനെയുള്ള എല്ലാ നിയോഗത്തിന്റെ മേലും ദൈവത്തിന്റെ അത്ഭുത ശക്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുഗ്രഹത്തിന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ മക്കളിലും ദൈവമഹത്വം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജോലിയില്ലാത്ത മക്കൾക്ക് ജോലി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് ബിസിനസ് മേഖലയിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വിജയം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഒന്നുകൂടി വിളിക്കാമോ? ഒരിക്കൽ കൂടി വിളിക്കാമോ? എന്നെ ചുറ്റുന്ന ആയിരങ്ങൾക്കിടയില എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. എന്നെ ചുറ്റുന്ന ആയിരങ്ങൾക്കിടയില എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. അത് യേശുവായിരുന്നു, എന്റെ രക്ഷയായിരുന്നു. അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. അത് യേശുവായിരുന്നു, എന്റെ രക്ഷയായിരുന്നു. അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങി. ഉയർത്തിയിട്ട് ചേർന്ന് പാടാം. ചെയ്ത ഉളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു വൈകല്ലേ. ഓ എന്റെ മോചക, ചെയ്ത ഉളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു വൈകല്ലേ. ഓ എന്റെ യേശുവേ, ചർമ്മണ വൈകല്ലേ. ഓ എന്റെ യേശുവേ വൈകല്ലേ. ഓ എന്റെ യേശുവേ വൈകല്ലേ. ഓ എന്റെ യേശുവേ വൈകല്ലേ. ഓ എന്റെ യേശുവേ. ശിവേ നന്ദി. ആൻമേരി എന്ന സഹോദരി സാക്ഷ്യപ്പെടും. ഞാൻ ഈ ഇടവകാംഗമാണ്. എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യമിടുന്നത്. അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന ഉണ്ടാകുമായിരുന്നു. ആദ്യമൊന്നും അത് കാര്യമാക്കിയില്ല. എന്നാൽ അത് തുടർച്ചയായി വരാൻ തുടങ്ങിയപ്പോൾ ഡോക്ടറെ കാണുകയും സ്കാനിംഗ് ഉൾപ്പെടെ ഏതാനും ടെസ്റ്റുകൾ നിർദ്ദേശിക്കുകയും ചെയ്തു. അമ്മ വല്ലാതെ വിഷമിച്ചു. അങ്ങനെ ടെസ്റ്റുകളെല്ലാം ചെയ്ത് ഒരു കുഴപ്പമില്ലെന്ന് വരികയാണെങ്കിൽ, മരുന്നൊന്നും കഴിക്കേണ്ടി വരികയില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ ഡോക്ടർ പറയുമ്പോൾ ആരാധനയിലും ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കുചേർന്ന് അതിൽ എഴുതി സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി കഴിഞ്ഞ തിങ്കളാഴ്ച ഈ റിസൾട്ട് എല്ലാം ആയിട്ട് ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഒരു മരുന്നും കഴിക്കേണ്ട ആവശ്യമില്ല. കരം ഉയർത്തിപ്പിടിച്ച് ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈ ഇടവകയിലുള്ള ഗ്രേസി എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തി ആരാധന തുടങ്ങിയ കാലം മുതൽ ഞാൻ ഇവിടെ വന്ന് പങ്കെടുക്കുന്നയാളാണ്. എന്റെ ഭർത്താവിന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യപ്പെടുന്നത്. ഈ മാസം 1-ാം തീയതി തിങ്കളാഴ്ച ഭർത്താവിന് പനി കൂടെ ശ്വാസം മുട്ടല് കൂടുതലായിട്ട് കിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഐസിയുവിലേക്ക് മാറ്റി. ആരോഗ്യനില വളരെ മോശമായി വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഡോക്ടർമാർ പറഞ്ഞു CT സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ആരോഗ്യസ്ഥിതി വളരെ മോശമായി. ലങ്സിന്റെ പ്രവർത്തനം 20% മാത്രമേ ഉള്ളൂ. 7 വർഷം മുമ്പ് ഒരു ലങ്സ് ഓപ്പറേഷൻ ചെയ്ത വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, കാർബൺ ഡയോക്സൈഡ് ലങ്സിൽ നിറഞ്ഞിരിക്കുകയാണെന്നും അപകടകരമായ അവസ്ഥയാണെന്നും ഒരു ട്യൂബ് ഇട്ട് നോക്കി അത് സക്സസ് ആയില്ലെന്നും ആരോഗ്യസ്ഥിതി മോശമാണെന്നും ഒക്കെ ഡോക്ടർമാർ പറഞ്ഞു. അവർ പ്രാർത്ഥിക്കുമെങ്കിൽ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സഹോദരി കണ്ണുനീരോടെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ദൈവം അവിടെ അത്ഭുതങ്ങള് അടയാളങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് തന്റെ സാന്നിധ്യം അവിടെ വെളിപ്പെടുത്തിയെന്ന് അവിടെ സാക്ഷ്യപ്പെടുത്തിയ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഒന്ന് വിളിക്കാമോ? രോഗിയെ ഓർത്തൊന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? എല്ലാവരും ചേർന്നൊന്ന് വിളിക്കാമോ?
അഭിഷേകത്തോടെ വിളിക്കാമോ? പരിപൂർണ സൗഖ്യം കൊടുക്കണേ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. ഉയർത്തിയടിച്ച് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമൽ ജോഷി ഏലിക്കുളത്തു നിന്ന് വരുന്നു. 3 വെള്ളിയാഴ്ച മുമ്പ് ഞാൻ ഇവിടെ ആരാധനയ്ക്ക് വന്നു. ബ്രദർ എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് പറ്റുന്ന ഒരു നേർച്ച നടത്താൻ അഡ്മിഷൻ കിട്ടുമെന്ന്. അഡ്മിഷൻ കിട്ടാതെ വിഷമിച്ച ഒരു കുട്ടിയോട് ഈശോആത്മാവ് സംസാരിക്കുക. ഈശോ പറഞ്ഞത് കൊടുക്കുക, നിനക്ക് ഇഷ്ടമുള്ള, നിനക്ക് സാധിക്കുന്ന ഒരു നേർച്ച നീ ചെയ്താൽ നിനക്ക് അഡ്മിഷൻ കിട്ടും. ശുചീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയാണ്, ആ കുഞ്ഞിന് കുർബാന ചെല്ലിക്കാനാണ് പരിശുദ്ധാത്മാവ് പ്രേരണ കൊടുത്തത്. അങ്ങനെ കുർബാനയ്ക്ക് പണം ദേവാലയത്തിൽ കൊടുത്തു. 3-ാം ദിവസം അഡ്മിഷൻ കിട്ടിയെന്ന് ആ കുഞ്ഞ് സാക്ഷ്യപ്പെടുത്തുന്നു. കർത്താവിന്റെ സന്നിധിയിൽ സമ്പത്ത് സമർപ്പിച്ചുകൊണ്ട് ശുചീകരണ സ്ഥലത്തിലെ വേദന അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ആ കുഞ്ഞ് തന്റെ ജീവിതത്തെ, തന്റെ സമ്പത്തിനെ സമർപ്പിച്ചപ്പോൾ ജീവിതത്തിലോ സമാധാനവും അനുഗ്രഹവും ദൈവം കൊടുത്തു. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? അവന്റെ വേദന ഒപ്പിയെടുക്കുന്ന ദൈവം. കരമുയർത്തി ഒന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, അഭിഷേകത്തോടെ വിളിച്ച്, കൃപ നിറഞ്ഞു വിളിച്ച്. ഘോരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, ഘോരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ നടക്കുന്നതേ ശിവത്തേ ഞാനവൻ കരങ്ങളില. നടക്കുന്നതേ ശിവത്തേ ഞാനവൻ കരങ്ങളില. ഉയർത്തിയെടുത്ത് പാടാം. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. 7 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി സാക്ഷ്യപ്പെടുത്തി. എന്റെ മകൾ സൗമ്യയ്ക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യപ്പെടുന്നത്. അവൾ കാനഡയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഷുഗർ രോഗിയാണ്. അവൾ 8 മാസം ഗർഭിണിയായപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ 8-ാം മാസം സ്കാൻ ചെയ്തപ്പോൾ ഓപ്പറേഷൻ ചെയ്തെടുക്കണം, ലിക്വിഡ് കുറവാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഓപ്പറേഷൻ കൂടാതെ കുഞ്ഞിന് പൂർണ്ണ വളർച്ച എത്താൻ വേണ്ടിയിട്ട് ഇവർ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വീണ്ടും ഡോക്ടർമാർ അതിന് കുഴപ്പമൊന്നുമില്ല, പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് കുഴപ്പം മാറി. അതുകൊണ്ട് വീണ്ടും നോക്കുമ്പോൾ വീണ്ടും കുഴപ്പമാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു വീണ്ടും ഇപ്പൊ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഈ അമ്മ കണ്ണുനീരോടെ ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, ഈശോയെ ഞാൻ ഇവിടെ സാക്ഷി എഴുതിയിട്ടോളാം എന്ന് നേർന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് പ്രിയപ്പെട്ടവരെ, ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ആൺകുഞ്ഞിനെ കർത്താവ് നൽകിക്കൊണ്ട് ആ കുടുംബത്തെ അനുഗ്രഹിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. നഷ്ടപ്പെട്ടു പോകും,
നഷ്ടപ്പെട്ടു പോകുന്ന കരുതരുത്. കർത്താവ് ഉള്ളം കയ്യിലെന്ന പോലെ രക്ഷിച്ചു. 7 വർഷക്കാലത്തെ പ്രാർത്ഥനയുടെ മഹത്വം ആ കുഞ്ഞിലൂടെ ആ സഹോദരി കാണുകയോ. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ചെങ്കടൽ പിളർന്നു വഴി തരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴി തരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. എരിഹോ നിന്നുമ്പിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ നീ ആർപ്പിടുമ്പോ. എരിഹോ നിന്നുമ്പിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ നിങ്ങൾ ഉയർത്തിയെടുത്ത് പാടാം. ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമേ നീ വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, 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 നിന്റെ കാലുകളിടറുകില്ല. നന്ദി. ജോസഫ് എന്ന സഹോദരൻ ചേർപ്പുക സാക്ഷ്യപ്പെടുത്തുകയും എഞ്ചിനീയറിംഗ് പഠിക്കുവാൻ പോയിട്ട് 3 വർഷം തടസ്സം നേരിട്ട് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. വീണ്ടും വേറെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ചെന്നു. ആ സമയത്ത് കുടമാളൂർ പള്ളിയിൽ വരികയും മാർട്ടിൻ ബ്രദറിനെ കാണുകയും അപ്പോൾ 33 വെള്ളിയാഴ്ച പള്ളിയിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറഞ്ഞു. ബ്രദർ പറഞ്ഞതനുസരിച്ച് വിശ്വാസത്തോടെ വന്ന് പ്രാർത്ഥനയുടെ ഫലമായി ഫസ്റ്റ് ക്ലാസ്സോടെ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയായി. മുടങ്ങാതെ വന്നതിന് കർത്താവ് അനുഗ്രഹം കൊടുത്തു. ജോലി ലഭിക്കാൻ താമസിച്ചപ്പോൾ ജോലി കിട്ടുന്ന ആദ്യത്തെ ശമ്പളം ദേവാലയത്തിൽ സമർപ്പിക്കാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അധികം താമസിക്കാതെ തന്നെ വിദേശത്ത് ജോലി കൊടുത്ത് ഈശോ അനുഗ്രഹിച്ചു. കരമെന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാ വൈകല്യങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന തമ്പുരാന്റെ സന്നിധിയിൽ 33 ആഴ്ചയോളം ആയിരുന്നപ്പോൾ മഹത്വത്തിന്റെ പൂർണ്ണത ജീവിതത്തിലോ വെളിപ്പെട്ട് മക്കളെ കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? നമുക്ക് മുട്ടുമേലാകാം. നിരവധിയായ അനുഗ്രഹങ്ങളുണ്ട്. സമയം കുറവ് മൂലം എല്ലാ സാക്ഷ്യങ്ങൾക്കും ദൈവസന്നിധിയിൽ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. ദൈവം തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവസന്നിധിയിൽ ഹൃദയം തുറന്ന് നമുക്ക് നന്ദി അർപ്പിക്കാം. കർത്താവെ കൂടുതൽ കൂടുതൽ അനുഗ്രഹം നൽകിക്കൊണ്ട് ഈ കൂട്ടായ്മയെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ആദിമ സഭയുടെ ആ വലിയ ചൈതന്യം ഈ കൂട്ടായ്മയിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയോട് പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. ആരാധന ഏറ്റെടുത്ത് നടക്കുന്ന കുടുംബങ്ങളെയും അവിടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദിവ്യകാരുണ്യനാഥന്റെ സന്നദ്ധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും അവിടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് നിമിഷം സമർപ്പിക്കാം. എല്ലാ നിയമങ്ങളെയും സമർപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിലോ ജോലിയിൽ വേദന അനുഭവിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോ രോഗികളായിരിക്കുന്ന മക്കളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെയൊക്കെ ഓർത്ത് ഈ കൂട്ടായ്മ പ്രാർത്ഥിക്കുന്നു. ഈശോയെ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ അടുത്ത വെള്ളിയാഴ്ചത്തെ 2-ാം തീയതിത്തെ വെള്ളിയാഴ്ച ശുശ്രൂഷയുടെ സമയത്ത് ബന്ധായതുകൊണ്ട് പണിമുടക്കായതുകൊണ്ട് ചിലപ്പോൾ ശുശ്രൂഷ തടസ്സപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. നമുക്കത് ആ തടസ്സം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ വരെ ഒരു വെള്ളിയാഴ്ച പോലും 9 വർഷത്തോളം ആകാൻ പോകുക ഒരു തടസ്സവും ഇന്നുവരെ നേരിട്ടിട്ടില്ല. ദുഃഖവെള്ളിയാഴ്ച ഉൾപ്പെടെ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മുടെ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടേയിരുന്നു. കർത്താവേ, അടുത്ത വെള്ളിയാഴ്ചയും നിന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ തടസ്സത്തെ നീക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജനദ്രോഹത്തെ നീക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തമ്പുരാനെ
നിന്റെ വലിയ കാരുണ്യം അവിടെ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈശോയെ കരുണ കാണിക്കണമേ. ഈ ശുശ്രൂഷയുടെ മേല് ശുശ്രൂഷ നയിക്കുന്ന എന്റെ മേലും ഇവിടെ ആയിരിക്കുന്ന ദൈവ മക്കളുടെ മേലും അവിടുന്ന് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ദൈവത്തിന്റെ പുരോഹിതനോട് ചേർന്ന് നമുക്കൊന്ന് വിളിക്കാം. ഈശോയെ എന്ന് വിളിക്കാം. വലിയ കാരുണ്യത്തിനായിട്ട് വിളിക്കാം. വലിയ അഭിഷേകത്തിനായിട്ട് വിളിക്കാം. വലിയ സാന്നിധ്യത്തിനായിട്ട് വിളിക്കാം. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം നീ മധ്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൽ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദൂര്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശു നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന ലോകം മുഴുവനെ യേശു അനുഗ്രഹിക്കുന്ന അത്ഭുത നിമിഷം ആണിപ്പഴുതുള്ള കരങ്ങളാൽ യേശു നമ്മെ ആശീർവദിച്ച് ജനത്തെയും ലോകം മുഴുവനെയും എല്ലാ ഭവനങ്ങളെയും യേശു ആശീർവദിച്ച് അനുഗ്രഹിച്ച് മുദ്ര ചെയ്യുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ കരത്താല് ഓരോ മക്കളും വിശുദ്ധീകരിക്കപ്പെടുകയാ. പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, രോഗത്തിന്റെ പീഡകളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, കടബാധിതകളിൽ നിന്ന്, മനോവിഷമങ്ങളിൽ നിന്ന് ഈശോ മോചനം നേടിത്തരുന്നു. കരമുയർത്തി വിശ്വാസത്തോടെ ആണിപ്പഴുതുള്ള ആ കരങ്ങളിലേക്ക് നമ്മുടെ കരമൊന്ന് ചേർത്ത് വെച്ചുകൊണ്ട് ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോട് വിളിക്കാമോ? ഒത്തിരി സ്നേഹത്തോട് വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിച്ചേ. സമസ്ത മേഖലയെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിളിച്ചേ. ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെയും കൃഷിയിടത്തെയും അധ്വാനത്തെയും ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ആരാധന ആരാധന അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ആരാധന ആരാധന അങ്ങേക്കാരാധന ആരാധന ആരാധന അങ്ങേക്കാരാധന.